ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇറാൻ്റെ ശക്തമായ തിരിച്ചടി. ബഹ്റൈനിലും കുവൈത്തിലും ശക്തമായ മിസൈൽ ആക്രമണം. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകുന്നത്. അമേരിക്ക ഇറാന് എതിരെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ടൺകണക്കിന് ബോംബാണ് ഇറാനിൽ വർഷിച്ചത്. 100ഓളം പേർ മരണപ്പെട്ടു, ഒരുപാട് പേർക്ക് പരിക്കേറ്റിരുന്നു. അപ്പോൾ വ്യാഴാഴ്ച ആയത്തുള്ള ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഒരു തിരിച്ചടി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് അമേരിക്ക ഈ ആക്രമണം കാട്ടിച്ചത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് ശക്തമായ തിരിച്ചടിയാണ് ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും ജോർദാനിലേക്കും മിസൈൽ മഴ പെയ്യുകയാണ്. അനവധി കെട്ടിടങ്ങൾക്കും ഒരുപാട് മനുഷ്യർക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ IRGC പറഞ്ഞ മാതിരി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അടിക്കടി തന്നെ മാർഗമുള്ളൂ. ഇനി പശ്ചിമേഷ്യയിലെ കാര്യം അത് കാരണം ഭയങ്കര അനിശ്ചിതാവസ്ഥയിലാണ്. യുദ്ധം കഴിഞ്ഞ് സമാധാനമായി എന്ന് വിചാരിച്ചിരുന്നതാണ് ഗൾഫിൽ ഉള്ള നമ്മുടെ ഇന്ത്യക്കാരെല്ലാം. അവരെല്ലാം വിഷമത്തിലാണ്. ബഹ്റൈനിലേക്കോ സൗദിയിലേക്കോ ഒമാനിലേക്കോ തിരിച്ചടിയില്ല. അവർ ഇറാനെ അടിക്കാൻ ഉപയോഗിച്ചത് കുവൈത്തിൻ്റെയും ബഹ്റൈൻ്റെയും ജോർദാൻ്റെയും ദുബായിലെയും വ്യോമതാവളങ്ങളാണ്. പക്ഷെ ദുബായിക്ക് അടിക്കുന്നില്ല. ഈ രണ്ട് രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ഒരു സമാധാനം വരട്ടെ. ഇത് മുതലെടുത്ത് ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ലെബനോണിലേക്കും ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.